ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരു പൊടിത്തൂവലാണ്. ക്യാബേജ് വെച്ചൊരു പൊടിത്തൂവലാണ്, തോരൻ എന്നും പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ക്യാരറ്റും ഒരു 300 ഗ്രാമിലധികം ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് നമ്മൾ കട്ട് ചെയ്യുന്നത് വളരെ പൊടിയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ പൊടിത്തൂവൽ എന്നുള്ള പേര് വന്നത്. പാലക്കാട് സൈഡിലായിരിക്കും ഇത് കൂടുതൽ പറയുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ക്യാബേജിൻ്റെ ആ മൂക്ക് ഭാഗമെല്ലാം ചെത്തിക്കളഞ്ഞ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വളരെ പൊടിയായിട്ട് തന്നെ എത്രത്തോളം നമുക്ക് പൊടിയാക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്കത് പൊടിയാക്കി തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ പൊടിത്തൂവൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ആ ക്യാരറ്റിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതും അതേപോലെ തന്നെ നല്ല പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നും. എന്നാൽ പഴയ കാലത്തൊക്കെ ഇങ്ങനെയാണ് പൊടിത്തൂവൽ എന്നെല്ലാം ഉള്ള പേരുള്ള ഒരു സദ്യ ഐറ്റംസ് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ക്യാബേജ് തന്നെയാണ് അതിനുണ്ടാക്കുക. അപ്പോൾ ക്യാബേജും ക്യാരറ്റും കട്ട് ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. പകുതി ക്യാരറ്റ് മാറ്റി വെച്ചു. അതിലേക്ക് നേരെ വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ പൊടിത്തൂവൽ ഉണ്ടാക്കാൻ നമ്മൾക്ക് ഇടിച്ചക്ക പൊടിത്തൂവൽ ഉണ്ടാക്കും, അതേമാതിരി വാഴ കൂമ്പ് പൊടിത്തൂവൽ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ഐറ്റംസാണ് പൊടിത്തൂവൽ ഉണ്ടാക്കുക. അപ്പോൾ അത് കഴുകി നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുക. നല്ലതുപോലെ വെള്ളം വാർന്നതിന് ശേഷം മാത്രം നമുക്കത് ഉണ്ടാക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1/4 മുറിയിലധികം നാളികേരം ചെരുവിയതും ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എരിവിന് കണക്കായി വരും. അതുകൂടി കട്ട് ചെയ്തു. ഇനി നമ്മൾക്കത് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അതിൽ കുറച്ച് താഴ്ത്തി ഇട്ടാലും മതി. പെണ്ണത ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ അളവിൽ കടുക്. ഇതിൽ കടുക് മാത്രമേ ചേർക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ ക്യാബേജ് തോരൻ വെക്കുന്ന സമയത്ത് ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ പരിപ്പ് വേവിച്ച് ചേർക്കാറുണ്ട്. പൊടിത്തൂവലായതുകൊണ്ട് അങ്ങനെയല്ല, കടുക് മാത്രം മതി. ഇനി അതിലേക്ക് ഇത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇതേമാതിരി കൈകൊണ്ട് വിതറി കൊടുക്കുക. എന്നിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലും ആ ക്യാബേജ് എണ്ണയിൽ അത് വെന്തോളും. പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്തോളും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വയ്ക്കുക. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൽ വെള്ളം എല്ലാം ഒന്ന് വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ കിട്ടണം നമ്മൾക്ക്. ഇനി ഒരല്പം ഒരു 1/2 സ്പൂണ് എണ്ണ കൂടി ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് നാളികേരം ചെറിയ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ക്യാബേജൊക്കെ ഒരുവിധമൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ല, കാരണം അത്രയും പൊടിയായിട്ട് കട്ട് ചെയ്തതാണ്. നാളികേരം ചെറിയ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തോരൻ വെക്കാത്തവർ ആരുമില്ല, പക്ഷേ ഇതേപോലെ ഒരു പൊടിത്തൂവൽ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി നമ്മളിത് ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെക്കണം. അപ്പോഴാണ് ശരിക്കും അത് പൊടിത്തൂവലുമാതിരി നല്ല ഇതായിട്ട് വരുള്ളൂ. തേങ്ങയെല്ലാം അതിൽ ചേർന്ന് പിടിക്കും. 3 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കൃത്യമായിട്ട് കിട്ടി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ പുരട്ടി ഇതിങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇലയിൽ വിളമ്പാനൊക്കെ നല്ല ഒരു ഐറ്റമാണിത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതാ തുറന്നു നോക്കി. അപ്പോൾ അടിപൊളി ക്യാബേജ് പൊടിത്തൂവൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇതാ പകർത്തി കാണിക്കുന്നുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് സദ്യക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് നമുക്ക് പൊടിത്തൂവലിന് തോരന് എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പൊടിത്തൂവലുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു സാമ്പാറുണ്ട്. പിന്നെ ഒരു നാരങ്ങക്കറി. അപ്പോൾ അടിപൊളിയായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്